നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ നേരുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യമാണ്. എന്ത് തീരുമാനമാണ് അവർ ഈ ഒരു റിലേഷനിൽ എടുത്തിരിക്കുന്നത്, അവരുടെ ഫീലിങ്സ് ഒക്കെ എന്താണ് എന്നുള്ളതാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിന് നന്ദി പറയാവുന്നതാണ്. നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് വളരെ പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷത്തിലിരുന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട്. പോസിറ്റീവ് മൈൻഡോട് കൂടി വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട്. ഓക്കെ. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കൂടി തന്നെയാണ് മെമ്പർഷിപ്പിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് ക്യാഷ് അടച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറാവുന്നതാണ്. എൻ്റെ മെമ്പേഴ്സിന് ഞാൻ 10 ദിവസം കൂടുമ്പോൾ 2 കാർഡ് റീഡിങ് ചെയ്തു കൊടുക്കുന്നതാണ് ഫ്രീ ആയിട്ട്. അതെൻ്റെ ചാനലിൽ കൂടി മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കാണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ തന്നെ ഓർത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പേഴ്സണലായിട്ടൊരു റീഡിങ് എടുക്കുമ്പോൾ നിങ്ങളുടെ കാര്യത്തിന് കുറേ കൂടെ വ്യക്തത വരികയും നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ലൈക്ക് ചെയ്തിട്ട് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ. നമുക്ക് കാർഡ്സ് എടുക്കാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുക. നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ. നിങ്ങളുടെ വ്യക്തിക്ക് സ്റ്റാർ കാർഡാണ്, പ്രതീക്ഷയുടെ ഒരു കാർഡാണ്. ഒരു സ്പിരിച്വൽ കാർഡ് തന്നെയാണ്, മേജർ ആർക്കാന കാർഡ് തന്നെയാണ് സ്റ്റാർ കാർഡ്. അപ്പം പ്രതീക്ഷയോടുകൂടിയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അവർക്ക് അവരുടെ വിചാരിച്ച കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഈ ഒരു റിലേഷനിലോട്ട് അവർ തീർച്ചയായും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അവർ. അതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇടും എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ശക്തമായിട്ടൊരു തിരിച്ചുവരവാണ് അവരാഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്, ഫയർ എലമെൻ്റാണ്. ആവേശോജ്വലമായിട്ടുള്ളൊരു തീരുമാനം അവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് തിരിച്ചു വരിക, അതിൽ ആ ഒരു ഈ തിരിച്ചു വരവ് പൂർണ്ണമായിട്ടുള്ളൊരു സക്സസ് ആവുമോ എന്നുള്ളത് അവർക്ക് മനസ്സിനകത്ത് ഉറച്ച ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. ഇപ്പം നിലവിൽ ഇവരുടെ ഒരു സാഹചര്യം, ഇവരുടെ മനസ്സിനകത്ത് വാൺസിൻ്റെ എനർജി തന്നെയാണ്. പ്രശ്നങ്ങളുണ്ട്, ചുറ്റിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾക്കിടയിലും ഒരു തിരിച്ചുവരവാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അവർക്ക് ചുറ്റും ഒരുപാട് ചിലപ്പം എതിരാളികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ ചുറ്റിലുള്ളവർ ഇവരെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത്. എന്നാലും അതൊന്നും പുറമേ കാണിക്കാത്ത ഒരു പ്രകൃതമാണ് ഇവരുടേത്. 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ആഴത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും 5 ഓഫ് പെൻറ്റിക്കിൾസ് 5 ഓഫ് വാൺസ് പറയുന്നത് പുറമേ ഇവർ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആഴത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്നും ആരെയും അറിയിക്കാനോ എന്നുവെച്ചാൽ തനിക്കിങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പുറമേ ഉള്ളവരോട് അത് കാണിക്കാനോ ഉള്ളൊരു മൈൻഡ് അവർക്കില്ല. എല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ്. ഇവരുടെ കാര്യങ്ങൾ ഇവർ മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയണ്ട എന്നുള്ള ഒരു ഇതാണ്. അത് സാമ്പത്തികമായാലും അവരുടെ ജീവിത അവരുടെ കരിയർ ആണെങ്കിലും ലൈഫാണെങ്കിലും അവരുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്ത് തന്നെ ആയാലും ഓപ്പൺ മൈൻഡഡ് അല്ല. അതേപോലെ ഈഗോ നല്ല രീതിയിലുള്ള വ്യക്തികളുമാണ്. ഒന്നും അങ്ങോട്ട് വിട്ടുകൊടുക്കുകയില്ല. ഒന്നും എല്ലാം തൻ്റെ കൈപ്പിടിക്കുള്ളിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്ത. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിക്കുകയുമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. 2 കാർഡ്സ് കയറി വന്നിട്ടുണ്ട്. യെസ്,
അതെ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സ്നേഹത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തി, പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു തിരിച്ചുവരവിൽ ഒരു കോൺഫിഡൻസ്, അവർ കൊടുത്ത ആ ഒരു സ്നേഹം അവർക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു നല്ല ബോധ്യം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. എവിടെയും ആ ഒരു സ്നേഹത്തിന് ഒരു നല്ലൊരു വില കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തി ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കത്തില്ല, ഈഗോയുണ്ട്, ആരുടെയും മുമ്പിലൊന്നും തുറന്ന് കാട്ടുന്ന ഒരു വ്യക്തിയല്ലെന്ന്. കാരണം അങ്ങനെ തോറ്റു കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാത്ത വ്യക്തിയാണ്. പേജ് ഓഫ് വാൺസ്, ആത്മവിശ്വാസം കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് കാർഡ് തന്നെ എനിക്ക് സ്റ്റാർ കാർഡാണ് കിട്ടിയത്. ഒന്നും നിരാശയോടെയും കഴിയില്ല എന്ന് പറയുന്ന കാണുന്നൊരു വ്യക്തിയല്ല. എന്തും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും എന്ന് തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഈ ഒരു പേജ് ഓഫ് വാൺസ്, എനിക്ക് ഇവിടെയും വാൺസിൻ്റെ ഇവിടെയും വാൺസിൻ്റെ 3 വാൺസിൻ്റെ എനർജി. കാരണം ഇവർക്ക് ഇവരുടെ ഉള്ളിലൊരു തീയുണ്ട് എന്നുള്ളതാണ്. ഇവർ ആരുടെയും മുമ്പിൽ അങ്ങനെ താന്നു കൊടുക്കുന്നവരോ തോറ്റു കൊടുക്കുന്നവരോ അല്ല. ഇവരുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് തന്നെയാണ്, ഇവരുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് അവർ ഇവിടം വരെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ അവർ ആരുടെയും മുമ്പിൽ തോറ്റു കൊടുക്കുന്ന ഒരു പ്രകൃതമല്ല. എന്ത് പ്രതിസന്ധി വന്നാലും അവർ ഒറ്റയ്ക്ക് നേരിടും എന്നുള്ളൊരു ചങ്കൂറ്റം അവർക്കുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ സ്നേഹത്തിന് പ്രാധാന്യവും കൊടുക്കുന്ന വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന സ്വാധീനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. മറഞ്ഞിരിക്കുന്ന സ്വാധീനത്തിനകത്ത് എംപ്രസ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യം ഇതിനകത്ത് കാണുന്നുണ്ട്. ഇവർക്ക് ആ ഒരു കെയറിങ്ങും ഇമ്പോർട്ടൻറ്റും കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് തന്നെ കാണുന്നുണ്ട്. യെസ്, അതുകൊണ്ട് തന്നെയാണ് അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, എവിടെയും സ്നേഹം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ നിന്നും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഭാഗത്തു നിന്നും ഒരു കെയറിങ്ങും സപ്പോർട്ടും എല്ലാ രീതിയിലുള്ളൊരു മെൻ്റൽ സപ്പോർട്ടും ആണെങ്കിലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാ രീതിയിലും അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ മറഞ്ഞിരിക്കുന്ന സ്വാധീനത്തിനകത്ത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണുന്നത് എന്നുള്ളതാണ്. മുന്നോട്ടുള്ളൊരു ഫ്യൂച്ചർ തീർച്ചയായും 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു നീതി നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതും എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആരെയും ഉപേക്ഷിച്ച് കളയുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ അതേപോലെ തന്നെ ഫിനാൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണ് എന്നും പറയാം നമുക്ക്. ഫിനാൻഷ്യലി അവർക്ക് എപ്പോഴും സ്റ്റെബിലിറ്റി വേണം, അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണ്, പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആയാലും പുറമേ ആരുടെയും മുമ്പിൽ എനിക്കില്ല എന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയുമല്ല. എപ്പോഴും ഫിനാൻസിന് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ സ്നേഹത്തിനും അത്രയും പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ്. ഈക്വലായിട്ട് എല്ലാ നീതി നടപ്പാക്കി കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഒരു കുറ്റബോധം, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ക്ലാരിറ്റി ഇല്ല, എന്തോ ഒരു വ്യക്തതയില്ല, സോഴ്സിൻ്റെ എനർജിയാണ് എന്നുള്ളതാണ്. 9 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ മൈനർ ആർക്കാന കാർഡ് തന്നെയാണ്, എയർ എലമെൻ്റാണ്, ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. അപ്പം സമാധാനം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താൻ ചെയ്തു വെച്ച എന്തോ പ്രശ്നത്തിനാണ് ഇവർ തന്നെ ഇതിന്, അത് മറ്റാർക്കും അതിനാണ് ഇവരുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷമം അവരുടെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിന് കാരണം ഇവരുടെ എടുത്തുചാട്ടമാണ് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്, ഇതും സോഴ്സിൻ്റെ എനർജിയാണ്. ബുദ്ധിപരമായിട്ട് എടുത്തുചാട്ടം ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ്. ആ ഒരു പ്രശ്നം ഇവരുമായിട്ട് എടുത്ത് ചാടി ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്
ഇപ്പം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആരോടും അങ്ങനെ അഭിപ്രായം അങ്ങനെ ചോദിക്കുകയോ അങ്ങനെയുള്ള കാര്യം, ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് തന്നെ ഇവിടം വരെ എത്തിയ വ്യക്തിയാണ്. ശുഭാപ്തി വിശ്വാസം എപ്പോഴും ഉണ്ട്, വിട്ടുകൊടുക്കില്ല, അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവരാരുടെയും മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുക്കത്തില്ല, വിട്ടുകൊടുക്കാത്തൊരു പ്രകൃതമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനം അല്പം ഫാസ്റ്റാണ്. എന്നുവെച്ചാൽ കാള പറ്റുമെന്ന് കേൾക്കുന്ന ഉടനെ കയറും എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രകൃതം. അതാണ് ഇവരെ ചുറ്റിച്ച് കളഞ്ഞത്. ഇവരെ ഈ എടുത്തുചാട്ടമാണ് ഇവരെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതും ഇത് തന്നെയാണ്. എടുത്ത് അതിനകത്തോട്ട് ചാടിക്കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ അത് തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്കും വൈകിപ്പോകും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. ആ ഒരു എടുത്തുചാട്ടം കൊണ്ടാണ് ഈ ഒരു ദുഃഖം ഇവിടെ കാണുന്നതും എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ ഫിനാൻഷ്യലി ഇവർക്ക് കുറച്ച് വരവിനെക്കാട്ടിയും കൂടുതൽ ഇവർക്ക് എല്ലാത്തിനകത്തൊരു ഫ്രീഡം വേണം. ആരും ഇവരെ നിയന്ത്രിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ആണെങ്കിലും അവരുടെ റിലേഷനിലാണെങ്കിലും എല്ലാത്തിനും അവരുടേതായിട്ടുള്ള അധികം എക്സ്പെൻസും അവർ കാണിക്കുന്നവരാണ്. ഒരു വരവിനെക്കാട്ടിയും കൂടുതൽ ഇവരുടെ ഈ ഒരു സ്വഭാവം തന്നെയാണ് ഇവരെ വീണ്ടും ഈ ഒരു 4 ഓഫ് പെൻറ്റിക്കിൾസിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. എന്നുവെച്ചാൽ വരവിനെക്കാട്ടിയും കൂടുതൽ ചിലവാക്കുക എന്നുള്ള ഒരു ഇത്, അത് പല രീതിയിൽ കൂടെയും പോകാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മറഞ്ഞിരിക്കുന്ന സ്വാധീനത്തിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യവും കാണുന്നുണ്ട്. എവിടെയാണെങ്കിലും ഒന്നും നോക്കാതെ അങ്ങ് കയ്യിലുള്ളതെല്ലാം എടുത്ത് ചിലവാക്കുന്ന ഒരു സ്വഭാവക്കാരനും കൂടെയാണ്. അവസാനം ഒന്നുമില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുകയും ചെയ്യും, പുറമേ ഒന്നും കാണിക്കുകയും ചെയ്യത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ആർഭാടം അങ്ങ് കൂടുതലാണ് എന്നുള്ളതാണ്. എപ്പോഴും ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആരും നിയന്ത്രിക്കുന്നതോ അങ്ങനെ ആരും പിടിച്ചു വെക്കുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. തീർച്ചയായും ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് തന്നെയാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഒരു ഉറച്ച ഒരു തീരുമാനം ഇല്ല എന്നുള്ളതല്ല, പല ചിന്തകളാണ് എന്നുള്ളതാണ്. 7 ഓഫ് കപ്സിൻ്റെ എനർജി ആയതുകൊണ്ട് ഈ ഒരു ഒന്നിൻ്റെയും ഒരു ചാടിക്കളിക്കുന്ന സ്വഭാവം, ഇപ്പം ചിന്തിക്കുന്നതല്ല പിന്നെ ചിന്തിക്കുന്നത്, അല്ലെ പിന്നെ ചിന്തിക്കുന്നതല്ല, അങ്ങനെ പലതിൻ്റെയും ഒരു ഉറച്ച നിലപാട് എടുക്കാനായിട്ട് കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ്. അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ എന്നൊക്കെയുള്ള അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതായിരിക്കത്തില്ല ചിന്ത. അങ്ങനെ പല പല രീതിയിൽ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷനായിട്ട്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുക. പക്ഷേ തിരിച്ചു വരവ്, അതിനായിട്ട് അവർ എഫേർട്ട് ഇടുന്നുണ്ട്. ശക്തമായിട്ടുള്ളൊരു തിരിച്ചു വരവിനായിട്ട് അവർ എഫേർട്ട് ഇടുന്നുണ്ട്. വരണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം അവരുടെ മനസ്സിനകത്തുണ്ട്. അതിന് ഇത് സ്ലോയിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് സ്പീഡിൽ വരുമെന്നല്ല ഞാൻ പറയുന്നത്. അവർ എഫേർട്ട് ഇടുന്നുണ്ട്. തീർച്ചയായും അത് മുന്നോട്ട് വരുമ്പോൾ അത് ശക്തമായിട്ട് അത് തിരിച്ചു വരികയും ചെയ്യും. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ ഇവർക്ക് ചുറ്റിലിപ്പോൾ ഉണ്ട്. അത് ക്ലാരിറ്റി ആക്കിയിട്ട് അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, സമാധാനം ഇല്ല, ക്ലാരിറ്റി ഇല്ല, എടുത്തുചാട്ടം കൊണ്ട് ചാടിയ ചില പ്രശ്നങ്ങളിൽ കൂടിയാണ് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടമായിട്ട് വീൽ ഓഫ് ഫോർച്യൂണാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ചേഞ്ച് ഇവരുടെ ലൈഫിൽ ഇനി ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് തന്നെ ആയിരിക്കും. കാരണം സ്റ്റാർ കാർഡ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്ക് കിട്ടുന്നത് സ്റ്റാർ കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെയും ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് തന്നെ ആയിരിക്കും, അനുകൂലമായിട്ടുള്ളൊരു ചേഞ്ച് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് എന്ന് തന്നെ നമുക്ക് ഇതിനകത്തൂടെ കാണാം. കുറച്ച് പ്രതിസന്ധികളും കൂടെ ഉണ്ട് ഇവരുടെ മുമ്പിൽ. അതും കൂടെ അവർ അതിനോടൊരു ക്ലാരിറ്റി ഇവർ തന്നെ ഉണ്ടാക്കും. ഇതിനകത്ത് കൈ കടത്തുന്നതോ ഇടപെടുന്നതോ ഈ ഒരു വ്യക്തിക്ക് ഈ വ്യക്തിക്ക് അങ്ങനെ താല്പര്യമില്ല എന്നുള്ള ഒരു മീഡിയേഷനോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോ, ഇവരുടെ കാര്യങ്ങൾ ഇവർ തന്നെ തീരുമാനിച്ച് ഇവർ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും. പിന്നെ ആരും ഇതിനകത്ത് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് ചില കണക്കുകൂട്ടലുണ്ട്. ആ ഒരു കണക്കുകൂട്ടൽ കൂടെ അവർ മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം ഇന്ന ഒരു സമയത്ത് ഇത് ശരിയാവും എന്നുള്ളൊരു കണക്കുകൂട്ടൽ അവർക്ക് തന്നെ ഉണ്ട്. അതിനകത്ത് ഇനി ആരൊക്കെ സംസാരിച്ചാലും കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ മനസ്സിൽ ഉറച്ച തീരുമാനം തിരിച്ചു വരും എന്ന് തന്നെയാണ്. അതിനകത്ത് കുറച്ചുകൂടെ ഒരു സമയം, അവരുടെ ആ ഒരു മുമ്പിലുള്ള പ്രതിസന്ധി അത് തരണം ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം അനുകൂലമായിട്ട് അവർ തന്നെ ആക്കി എടുത്തു കഴിയുമ്പോൾ അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ്
എനിക്കിതിനകത്ത് ഇന്നത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനും ഫീലിങ്സും ഒക്കെ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എത്ര പേർക്ക് കണക്റ്റ് ആവും എന്നെനിക്കറിയില്ല. എല്ലാവർക്കും കണക്റ്റ് ആയെന്നിരിക്കത്തില്ല. നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.